എല്ലാവർക്കും നമസ്കാരം. നമ്മോടൊപ്പം ഇന്നുള്ളത് ശ്രീഹരി വാസുദേവ് സാറാണ്. അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റാണ്, ഭഗവത്ഗീത പ്രചാരകനാണ്. അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്നൊരു ചോദ്യം സാറിനോട് ചോദിക്കാനുണ്ട്. കൗൺസിലിംഗ് എന്താണ്? ഈ സമൂഹത്തിന് കൗൺസിലിംഗ് ഒരുപാട് ആവശ്യമായിട്ട് വരുന്നു. അപ്പം കൗൺസിലിംഗ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പ്രേക്ഷകർക്ക് വേണ്ടി സാറൊന്ന് പങ്കുവെച്ചാൽ നന്നായി. നമസ്കാരം. കൗൺസിലിംഗ് ഇന്നത്തെ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ യുവതലമുറ, പേരൻസ് ഒക്കെ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള വലിയ ഒരു ഉത്തരമാണ് കൗൺസിലിംഗ്. ഒരുപക്ഷെ നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മുടെ സമൂഹം ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണ് കൗൺസിലിംഗ്. ഒരുപക്ഷെ പണ്ടൊക്കെ കൗൺസിലിങ്ങിനൊക്കെ പോകുക എന്ന് പറയുമ്പോൾ അങ്ങനെ പോകുന്നവരെയൊക്കെ ഒരു വ്യത്യസ്ത രീതിയിലുള്ള കണ്ണോടുകൂടി നമ്മളൊക്കെ നോക്കിക്കാണാറുണ്ട്. ഇന്ന് അങ്ങനെയല്ല. പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ നമുക്ക് എന്ത് കാര്യം, നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടത്, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടത്, അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ അഭിരമിക്കുന്ന എല്ലാവരും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൗൺസിലിങ്ങിൽ പോകാറുണ്ട്. നമ്മുടെ സമൂഹവും ഇന്ന് ഒരുപാട് മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ എന്താണ് കൗൺസിലിംഗ് എന്ന് ചോദിച്ചാൽ, ഒരുപാട് വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് വ്യത്യസ്ത വീക്ഷണ കോണിലൂടെ നമുക്കതിൻ്റെ ഉത്തരം നോക്കിക്കാണാം. ലഭിക്കുന്ന സമയമനുസരിച്ച് വളരെ ലളിതമായി നിങ്ങൾക്കെല്ലാം മനസ്സിലാകുന്ന രീതിയിൽ കൗൺസിലിങ്ങിനെ ഒന്ന് പരിചയപ്പെടുത്താൻ ശ്രമിക്കാം. സൈക്കോളജിയുടെ ഭാഷയിൽ കൗൺസിലിംഗ് ഈസ് ഹെൽപ്പിംഗ് സമ്മൺ ടു ഹെൽപ്പ് ദംസെൽഫ്. നിലവിൽ തനിക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് മനസ്സിൻ്റെ സമനില തെറ്റിപ്പോയ, അല്ലെങ്കിൽ ദ ട്രാങ്ക്വിലിറ്റി ഓഫ് മൈൻഡ്, മനസ്സിൻ്റെ ഉണ്ടായിരിക്കേണ്ട അവസ്ഥയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം അഭിമുഖീകരിക്കുന്നത് കൊണ്ട് തനിക്ക് മുന്നോട്ട് അങ്ങോട്ട് തൻ്റെ ജീവിതം കടന്നു പോകാൻ പറ്റുന്നില്ല എന്ന് കരുതുന്ന ഒരു വ്യക്തിയെ നാം മനസ്സിലാക്കിയ, പഠിച്ച ഏതെങ്കിലുമൊക്കെ ടൂൾ, അതിനെ നമുക്ക് കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്നോ അല്ലെങ്കിൽ മൈൻഡ് ഫുൾനെസ് എന്നോ, ഇനി അതുമല്ലെങ്കിൽ എന്താണോ നമുക്ക് ഹിപ്നോ തെറാപ്പിയോ, ഇനി ഈവൻ അതൊന്നുമല്ല നല്ലൊരു മെഡിറ്റേഷനൊക്കെ കൊണ്ട് അവരെ ജീവിതത്തിലേക്ക്, നമ്മുടെ മുന്നിലുള്ള വ്യക്തി ആരുമാകട്ടെ, മടക്കി കൊണ്ടുവരുന്ന പ്രക്രിയയ്ക്ക് വിളിക്കുന്ന പേരാണ് കൗൺസിലിംഗ്. ഒന്നുകൂടെ പറയാം, ലോകത്തിൽ നമുക്കൊരാളൊക്കെ ചെയ്യാവുന്ന ഏറ്റവും വലിയ ഹെൽപ്പ് എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയും, മാനസികമായിട്ട് തകർന്നു പോയ ഒരു വ്യക്തിയെ തൻ്റെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ ഒരാൾക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ അതിൻ്റെ അപ്പുറം ലോകത്തിൽ ഒരു പുണ്യപ്രവൃത്തി ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ നല്ലൊരു സൈക്കോളജിസ്റ്റ് ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ, തനിക്ക് ഉണ്ടാകേണ്ട അഥവാ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന നിലവാരത്തിലുള്ള മെച്ചപ്പെട്ട നിലയിലുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് തൻ്റെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് താൻ ചിന്തിച്ചു കൂട്ടുന്ന നിരവധിയായ പ്രശ്നങ്ങളുടെ ആകെത്തുകയായി എത്തിച്ചേർന്ന തകർന്നുപോയ മനസ്സിൻ്റെ അവസ്ഥയിൽ നിന്നും മെച്ചപ്പെട്ട മനസ്സിൻ്റെ അവസ്ഥയിലേക്ക്, അതിനെ സൈക്കോളജി പറയും ഫ്രം എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നിന്നും ക്ലാരിറ്റി സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് കൗൺസിലിംഗ്. മറ്റൊരു തരത്തിൽ നമുക്കതിനെ എങ്ങനെ നോക്കിക്കാണാം എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം കേരളത്തിലെ പ്രശസ്തനായ ഒരു മോട്ടിവേഷൻ സ്പീക്കറുടെ ഒരു യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ അദ്ദേഹം ഇതിനെ ഇങ്ങനെയായിരുന്നു നോക്കിക്കണ്ടത്. എനിക്ക് ഒരുപാട് അത് കണ്ടപ്പം ഇഷ്ടം തോന്നി. വളരെ പണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരു കോടതിയിൽ ഒരു ജഡ്ജി വിധി വായിച്ചിരുന്നു. അത് ഇങ്ങനെയായിരുന്നു, കോമ കിൽഡ് എ മാൻ എന്നായിരുന്നു. ജഡ്ജി വിധി പ്രഖ്യാപിച്ചത് കിൽ ഹിം നോട്ട് ലെറ്റ് ഹിം ഗോ എന്നാണ്. കിൽ ഹിം നോട്ട് ലെറ്റ് ഹിം ഗോ. അപ്പോൾ കിൽ ഹിം നോട്ട് കഴിഞ്ഞിട്ട് കോമ ലെറ്റ് ഹിം ഗോ, അദ്ദേഹത്തെ കൊല്ലരുത്, അദ്ദേഹം പോകട്ടെന്നായിരുന്നു. ഇത് ടൈപ്പ് ചെയ്ത ടൈപ്പിസ്റ്റ് കിൽ ഹിം, അത് കഴിഞ്ഞിട്ട് കോമ ഇട്ടു, നോട്ട് ലെറ്റ് ഹിം ഗോ എന്നാക്കി. കോമ കിൽഡ് എ മാൻ എന്നാണ് അന്ന് ആ മോട്ടിവേഷൻ കഥ വായിച്ചത്. കൗൺസിലിംഗ് എങ്ങനെയാണ് ഇതുമായിട്ട് ബന്ധപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, തൻ്റെ ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ തീരുമാനിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിന് ആ ഫുൾ സ്റ്റോപ്പ് ഒന്ന് മാറ്റിയിട്ട് ഒരു കോമ ഇടുന്ന, സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, ചേർത്തുപിടിക്കലിൻ്റെ ഒരു കോമ ഇട്ട് കൊടുക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് കൗൺസിലിംഗ്.
ദൈവം കരുതി വച്ചിരിക്കുന്ന 50, 80, 100 അറിയില്ല എന്നാണോ ജഗദീശ്വരൻ ഓരോരുത്തരുടെ ജീവിതമാകുന്ന ആ മഹത്തരമായ ആ ഒരു ജീവിതമെന്ന് പറയുന്ന അതിനെ കരുതി വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കോമായെ മാറ്റി തനിക്ക് ഇഷ്ടമുള്ളപ്പം ഒരു കോമായിട്ട് തൻ്റെ ജീവിതം പ്രതിസന്ധി കാരണം അവസാനിപ്പിക്കണം എന്ന് കരുതിയ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന്, അവൻ്റെ ജീവിതത്തെ മുന്നോട്ടു പോകാൻ അവൻ നിലവിൽ തീരുമാനിച്ചു വെച്ച തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഫുൾ സ്റ്റോപ്പിനെ മാറ്റി സ്ഥാപിച്ച ആ ഫുൾ സ്റ്റോപ്പിനെ മാറ്റി സ്നേഹത്തിൻ്റെ ഒരു കോമ ഇടുന്നതിൻ്റെ പേരാണ് കൗൺസിലിംഗ്. ഒരു ഉദാഹരണം കൂടെ, ഏറെ നിങ്ങളേവരും ഇഷ്ടപ്പെടുന്ന ഒരു ഉദാഹരണം കൂടെ പറയാം. എന്താണ് കൗൺസിലിംഗ് എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ലോകമുള്ള കാലത്തോളം ഫുട്ബോളിൻ്റെ കഥ എടുത്താൽ അതിൽ മെസ്സിയും റൊണാൾഡോയും പെലെയും ഒക്കെ ഉണ്ടാകും, മാറഡോണയൊക്കെ ഉണ്ടാകും. അവരെ മാറ്റിയിട്ട് ഒരു ഫുട്ബോൾ ചരിത്രം എഴുതാനൊക്കില്ല. നമുക്കറിയാം, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി റൊണാൾഡോ കളിക്കുന്ന സമയമാണ്. അപ്പോൾ റൊണാൾഡോയ്ക്ക് തൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്നു. ഡെലിവറി സമയത്ത് ഒരു കുഞ്ഞ് മരിച്ചുപോയി. അന്നത്തെ കളിയിൽ റൊണാൾഡോയ്ക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. എതിരാളികൾ ലിവർപൂളായിരുന്നു. അപ്പോൾ അന്ന് റൊണാൾഡോ പങ്കെടുത്തില്ല തൻ്റെ വിഷമം കാരണം. റൊണാൾഡോയുടെ, നിങ്ങൾക്കറിയാം, ജേഴ്സിയുടെ നമ്പർ 7ആണ്. 7ാമത്തെ മിനിറ്റിൽ റൊണാൾഡോയുടെ ടീം ഒരു ഗോൾ അടിക്കുന്നു. 7ാമത്തെ മിനിറ്റിൽ എതിർ ടീം ലിവർപൂള്, അവരുടെ ഒരു ഗാനമുണ്ട്, ലിവർപൂളിൻ്റെ ഒരു തീം സോങ്. 500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട തീം സോങ് ആണ്. അതിലെ ഒരു വരി ഇങ്ങനെയാണ്: യു വിൽ നെവർ വോക്ക് എലോൺ. അന്ന് 7ാമത്തെ മിനിറ്റിൽ എതിർ ടീം ഗോൾ അടിക്കുമ്പോൾ റൊണാൾഡോയുടെ ടീമിന് വേണ്ടി 7ാമത്തെ ജേഴ്സിക്കാരൻ ഇല്ലാതിരുന്നിട്ടും ലിവർപൂള് റൊണാൾഡോയ്ക്ക് ആദരമേറ്റ് വാങ്ങിക്കൊണ്ട്, ആദരം അർപ്പിച്ചുകൊണ്ട് അവര് ആ പാട്ടുപാടുന്ന ഒരു നയനാനന്ദകരമായ കാഴ്ച ലിവർപൂള് ലോകത്തിന് സമ്മാനിച്ചു. ലിവർപൂള് റൊണാൾഡോയ്ക്കായിക്കൊണ്ട് ലോകത്തിലെ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഏവരോടും പാടിയ പാട്ടുണ്ട്, യു വിൽ നെവർ വോക്ക് അലോൺ. നമ്മുടെ ഒരു സുഹൃത്ത്, നമ്മുടെ ഒരു പ്രിയപ്പെട്ടവൻ, നാം അറിയുന്ന ഒരു വ്യക്തി ജീവിത പ്രതിസന്ധിയിൽ വിഷമം കൊണ്ട് മനസ്സൊന്ന് പിടച്ചു പോയപ്പോൾ അവനെ ഒന്ന് ഫോൺ വിളിച്ചിട്ട്, അവനെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് നമുക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ യു വിൽ നെവർ വോക്ക് അലോൺ എന്ന് പറയാൻ കഴിയുന്നെങ്കിൽ നിങ്ങളെ ലോകം വിളിക്കുന്ന പേരാണ് സൈക്കോളജിസ്റ്റ്. നിങ്ങൾ ആ ചെയ്യുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് കൗൺസിലിംഗ്. തീർച്ചയായിട്ടും സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, ചേർത്തുപിടിക്കലിൻ്റെ ഇത്തരം സന്ദേശങ്ങൾ മറ്റുള്ളവർക്ക് പകരുന്ന നിലവാരത്തിലേക്ക് നിങ്ങളുടെ അറിവ് കൊണ്ട് നിങ്ങൾ ഏവരും ഉയരട്ടെ. ലോകത്തെ മെച്ചപ്പെട്ട ഒരു ലോകമാക്കി മാറ്റാൻ നമ്മുടെ ഒരു തീം സോങ്ങിന്, നമ്മുടെ ഒരു വാക്കിന് യു വിൽ നെവർ വോക്ക് അലോൺ എന്ന് പറയുന്നത് കൊണ്ട് നമ്മുടെ ഒരു കോമ, സ്നേഹത്തിൻ്റെ ഒരു കോമ ഇടലുകൊണ്ട് കഴിയുന്നെങ്കിൽ ഞാൻ നിന്നോടൊപ്പമുണ്ട് എന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹത്തോടുകൂടി സംവദിക്കാൻ നമ്മുടെ വാക്കുകൾക്ക് കഴിയുന്നുവെങ്കിൽ യു ആർ ഡൂയിങ് എ കൗൺസിലിംഗ്. താങ്ക് യു സോ മച്ച്.